കേന്ദ്രത്തിലെ ബി.ജെ.പി. ഭരണത്തിന് അപ്രതീക്ഷിത ഷോക്ക് നൽകിക്കൊണ്ട് രാജ്യസഭയിൽ അവിശ്വാസം കൊണ്ടുവന്നിരിക്കുകയാണ് പ്രതിപക്ഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണിച്ച അതേ ഉത്സാഹവും ഒത്തൊരുമയോടും കൂടിയാണ് ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ ജഗ്ദീപ് ധൻഖറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിശ്വാസ പ്രമേയത്തിന് പ്രതിപക്ഷ പാർട്ടികൾ നോട്ടീസ് നൽകിയത്. ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിലെ പാർലമെന്റിനും ചേരാത്ത രീതിയിൽ രാജ്യസഭയിലെ ചർച്ചകളിൽ അധ്യക്ഷൻ പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന ഗുരുതരമായ പരാതിയിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. രാജ്യസഭാ സെക്രട്ടറി പി.സി. മോദിക്കാണ് കോൺഗ്രസ് നേതാക്കളായ ജയറാം രമേശും നസീർ ഹുസൈനും അതുപോലെ മറ്റ് കക്ഷി നേതാക്കളും ചേർന്ന് നോട്ടീസ് നൽകിയത്. കോൺഗ്രസിനെ കൂടാതെ RJD, CPI, CPM, JJM, AAP, DMK എന്നീ പാർട്ടികളിൽ നിന്ന് എല്ലാം ചേർന്ന് 60ഓളം MP-മാർ ആ നോട്ടീസിൽ ഒപ്പുവച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭരണഘടനാ പദവികൾ വഹിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഈ നോട്ടീസിൽ ഒപ്പുവച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി എന്നിവർ ഒപ്പുവച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ തന്നെ വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ ഫ്ലോർ ലീഡർമാർ എന്നിവരും ഒപ്പിട്ടിട്ടില്ല എന്ന് പ്രതിപക്ഷ കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതിയെയാണ് പുറത്താക്കാൻ ആവശ്യപ്പെടുന്നത് എന്നത് പ്രധാന വിഷയമാണ്. സോണിയാഗാന്ധിയും വ്യവസായി ജോർജ് സോറസും തമ്മിലുള്ള ബന്ധം ഉൾപ്പെടെ പല വിഷയങ്ങളിലെ തർക്കത്തെ തുടർന്ന് ഇരുസഭകളും ഇന്ന് പിരിഞ്ഞതിന് പിന്നാലെയാണ് നോട്ടീസ് സമർപ്പിച്ചത്. അവിശ്വാസം വിജയിക്കില്ല എന്നറിയാം, എങ്കിലും പാർലമെന്ററി ജനാധിപത്യത്തിനായി പോരാടാനുള്ള ഒരു ശക്തമായ സന്ദേശമാണ് ഇതെന്നും MP-മാർ വ്യക്തമാക്കുന്നു. പ്രതിപക്ഷ പാർട്ടികളും രാജ്യസഭാ ചെയർമാനുമായുള്ള ബന്ധത്തിലെ അസ്വാരസ്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശരിക്കും ഈ അവിശ്വാസം രാജ്യസഭയിൽ ആവശ്യമായി വന്നിട്ട് കുറെ മാസങ്ങളായി. നിലവിൽ BJP ഒറ്റക്കല്ലെങ്കിലും NDA സഖ്യത്തിന് വ്യക്തമായ മുൻതൂക്കമുള്ള രാജ്യസഭയിൽ ഒരു അവിശ്വാസത്തിലുള്ള വിജയം പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുകയാണ് രാജ്യസഭയിൽ. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും മുതിർന്നതുമായ ഒരു പാർലമെന്ററിയൻ കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ മല്ലികാർജുൻ ഖർഗെയുടെ മൈക്ക് ഓഫ് ചെയ്യുക, അതുപോലെ തന്നെ ചർച്ചകളെയെല്ലാം പുച്ഛിച്ചു തള്ളുക, പ്രതിപക്ഷത്തിന്റെ അവസരങ്ങൾ നിഷേധിക്കുക എന്നിങ്ങനെ BJPക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയെങ്കിലും ചെയ്യുക എന്നുള്ളത് അനിവാര്യമായ ഒന്നാണ്. അതാണ് രാജ്യത്ത് നടക്കാൻ പോകുന്ന അവിശ്വാസം. ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ വീണ്ടും ഒന്നിച്ചു നിൽക്കുന്നതിനും ഇതൊരവസരമായി മാറിയിരിക്കുന്നു. ഏതായാലും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ കസേരയ്ക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല എങ്കിലും സ്വഭാവത്തിലും സഭയിൽ പുലർത്തുന്ന രീതികളിലും മാറ്റങ്ങൾ ഉണ്ടായാൽ തന്നെ അത് പ്രതിപക്ഷ സഖ്യത്തിന്റെ വലിയ വിജയമായി കണക്കാക്കാം.